ചോറ് വെച്ച് അത് കളഞ്ഞതിന് ശേഷം ആലക്കായോ താളിപ്പിന് കഞ്ഞിവെള്ളം കളഞ്ഞു പോയി. അപ്പം നമ്മൾ വെള്ളം ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കും. രസമുണ്ട് കഴിക്കാനായിട്ട്. അത് മാത്രമായിട്ട് വേണേൽ കഴിക്കാം. ഇതിൻ്റെ കൂടെ ഒരു പപ്പടം കൂടെ പൊടിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ സൂപ്പറാണ്. നമസ്കാരം. നമ്മൾ നോമ്പ് കാലത്തിൽ കോഴിക്കോട് വന്നിരിക്കുകയാണ്. കോഴിക്കോട് ഷെമിയുടെ വീട്ടിൽ വന്നിട്ട് ഷെമി ഒരു പ്രത്യേക ഐറ്റം നോമ്പ് കാലങ്ങളിൽ പ്രിപ്പയർ ചെയ്യുന്ന, അത്താഴത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന, ചോറിൻ്റെ കൂടെ കഴിക്കാൻ അല്ലേ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു താളിപ്പാണ് വെണ്ടയ്ക്ക താളിപ്പ്. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് വീട്ടിൽ അങ്ങനെ ഒരു പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിപ്പം നോമ്പ് കാലങ്ങളിൽ തന്നെ പ്രിപ്പയർ ചെയ്യണമെന്നില്ല, സാധാരണ നോമ്പ് കാലത്ത് അത്താഴത്തിനാണ് കഴിക്കുന്നത്. അതിപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്തൊക്കെ ഐറ്റംസ് ആണ് വേണ്ടതെന്നൊന്ന് പറയുമോ? ഇതിലേക്ക് നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണ, കഞ്ഞിവെള്ളം, ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, വെണ്ടക്ക, ഉപ്പ്. വേറെ മസാലപ്പൊടികളൊന്നും വേണ്ട? ഒന്നും വേണ്ട. ആദ്യം പാൻ വെച്ച് അതൊന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് വേണമെങ്കിൽ ഇടാം, ചിലർക്ക് കടുക് ഇഷ്ടമാണെങ്കിൽ കടുക് ഇടാം. ഇത്തിരി നേരത്തെ ഞാൻ പറഞ്ഞിട്ടില്ല. അതിലേക്ക് നമ്മൾ ഉള്ളിയിട്ട് നല്ലോണം വഴറ്റുക. എന്നിട്ട് തക്കാളി ആഡ് ചെയ്യുക. തക്കാളീൻ്റെ ആ ഒരു കൊഴുപ്പ് മാറുമ്പോൾ വെണ്ടക്ക ആഡ് ചെയ്യുക. ഇത് രണ്ടും കൂടി ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ തക്കാളി ഉടഞ്ഞു കിട്ടില്ല. പിന്നെ ആ വെണ്ടക്കിട്ട് നല്ലോണം വഴറ്റി ചെറുങ്ങനെ ഉപ്പ് ആഡ് ചെയ്ത് പിന്നെ കഞ്ഞിവെള്ളം ഒഴിക്കുക. കഞ്ഞിവെള്ളം ഒഴിച്ച് അതൊന്ന് തിളയ്ക്കുമ്പോൾ അതിലേക്ക് പകുതി പച്ചമുളക് ഇടുക. പകുതി പച്ചമുളക് ഇടാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റേത് പച്ചമുളക് ഫ്ലാറ്റായി പോകും, അതൊരു പച്ച സ്മെല്ലൊക്കെ ഉണ്ടാവും ലാസ്റ്റ്. എന്നിട്ട് ആ കഞ്ഞിവെള്ളം തിളച്ചൊന്ന് വറ്റി വരുമ്പം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ബാക്കിയുള്ള പച്ചമുളക് ഇടുക, കറിവേപ്പില ഇടുക. തീർന്നു. ഈ വെളുത്തുള്ളിയൊക്കെ ഏറ്റവും അവസാനം ചേർക്കത്തുള്ളൂ? അതെ. വെളുത്തുള്ളി, ബാക്കിയുള്ളത് വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഒന്നിച്ചിടുക. ഇത് അധികം വറ്റി പോകുന്നുണ്ടെങ്കിൽ ഗ്രേവി വേണ്ടവർക്ക് കുറച്ചും കൂടി കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ മോര് കറിയായി പോകും. പക്ഷെ വെറും മോര് പറ്റില്ല, കുറച്ച് തേങ്ങ ഇടണം. പിന്നെ കഞ്ഞിവെള്ളം ചില സമയത്ത് നമ്മളിങ്ങനെ ചോറ് വെച്ച് അത് കളഞ്ഞതിന് ശേഷം ആലക്കായോ താളിപ്പിന് കഞ്ഞിവെള്ളം കളഞ്ഞു പോയി. അപ്പം നമ്മൾ വെള്ളം ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കും. പക്ഷെ ഇതൊരു കഞ്ഞിലാണ്. പക്ഷെ അത് താളിപ്പ് കഴിച്ച് ശീലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ താളിപ്പ് മസ്റ്റാ നോമ്പിന്. മോര് കറിയും താളിപ്പും ഒരു പൊരിച്ചതും കുറച്ച് ചേന പൊരിച്ചതും. അങ്ങനെ നമ്മുടെ അത്താഴത്തിന് വേണ്ടി റെഡി ആയിട്ടുള്ള വെണ്ടയ്ക്ക താളിപ്പ് ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. അത് അത്താഴത്തിന് നിങ്ങൾക്ക് വേണേ ഉണ്ടാക്കി കഴിക്കാം, അതല്ല സാധാരണ ഉണ്ടി കൂടെ കഴിച്ചാലും നല്ലത് തന്നെയല്ലേ, ടേസ്റ്റ് ആണ്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറെ പൊട്ട ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. മോര് ചേർക്കാവുന്ന, പിന്നെ മോര് കറി ഉണ്ടാക്കിയാൽ പോരെ? നമുക്ക് പപ്പടം ഉപയോഗിച്ച് പപ്പടം താളിക്കാം. ആണല്ലേ? പപ്പടം വറുത്തിട്ട് ഇതിനകത്ത് ഇടുവോ? അല്ല, നമ്മൾ ആ തൂമിക്കില്ല, ആദ്യം ആ തൂമിക്കുമ്പോൾ പപ്പടം മുറിച്ച് കട്ട് ചെയ്തിട്ട് അത് അങ്ങോട്ട് ഇടുമ്പോഴേക്കും അത് പൊരിഞ്ഞു വരും. വെള്ളം വയ്ക്കുമ്പോൾ അത് ഫ്ലാറ്റ് ആവും. പക്ഷെ അതൊരു രസമാണ്, അത് വേറൊരു ടേസ്റ്റ് ആണ്. ഉള്ളിയൊന്നും ഇടില്ല അതിൽ വെറും കായ്മുളക്, കടുക്, കറിവേപ്പിൻ്റെ പച്ചമുളക്, കുറച്ച് വെളുത്തു. ഇങ്ങനെ കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. ഷെമിയുടെ പാചകമാണ്. ഷെമിക്കൊരു ഡിസൈനർ ഷോപ്പ് ഉണ്ട്, ഒരു ബുട്ടീക്ക് ഉണ്ടായിരുന്നു. ബുട്ടീക്ക് ഉണ്ടോ ഇപ്പോഴും? ഇല്ല, ഇപ്പൊ ഞാനത് ഷട്ട് ഡൗൺ ചെയ്തു. ഇപ്പം വീട്ടിൽ നിന്നാണ്. ഹൗസ് ഓഫ് ഷെമിയാണ്. ഹൗസ് ഓഫ് ഷെമി. ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ ഉണ്ട്, നല്ല ആക്റ്റീവായിട്ട്, ഷെമി ഒഫീഷ്യൽ. നിങ്ങൾ നോക്കുക, അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, താളിപ്പ് കൂട്ടി നമുക്ക് ചോറുണ്ടാവും. വെണ്ടയ്ക്ക താളിച്ചത് നമ്മൾ പൊടിയരി ചോറിൻ്റെ പുറത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. ആ പൊടിയരി ചോറും വെണ്ടയ്ക്ക താളിച്ചതും മാത്രമായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതാ ഇത് ഞാൻ കഴിക്കുകയാണേ. അതിനകത്ത് തക്കാളി ഉണ്ട്, വെണ്ടയ്ക്ക ഉണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പച്ചമുളകും അതിനകത്ത് കിടപ്പുണ്ട്. വെണ്ടയ്ക്കാണോ പച്ചമുളകാണോ എന്ന് അറിയാതെ ചിലപ്പോൾ പച്ചമുളകിൽ കയറി കടിച്ചാൽ പ്രശ്നമാവും. കഞ്ഞോളം ചേർത്തിട്ടുള്ളതുകൊണ്ടും വെണ്ടയ്ക്കായ്ക്ക് തന്നെ ഒരു തിക്നെസ് വരാൻ സാധ്യത ഉള്ളതുകൊണ്ടും ആ കൊഴുപ്പ് ആ ചാറിനുണ്ട്. അതുപോലെ തന്നെ ആ താളിപ്പൊക്കെ വന്നുകൊണ്ട് രസമുണ്ട് കഴിക്കാനായിട്ട്. അത് മാത്രമായിട്ട് വേണേൽ കഴിക്കാം. ഇതിൻ്റെ കൂടെ ഒരു പപ്പടം കൂടെ പൊടിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ സൂപ്പറാണ്. നിങ്ങൾ ഏതായാലും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായം കമൻറ്റിൽ പറയുക.